ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്ന അതിമനോഹരമായിട്ടുള്ള സിനിമയുടെ രണ്ടാം ഭാഗം 1989 പുറത്തിറങ്ങിയത്. ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ജീവിയെ കാണുന്നത്, പരിചയപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ആ സിനിമയിൽ ഇത് വെറും ഒരു തമാശ കഥാപാത്രം മാത്രമാണ്. അന്നൊന്നും ഇതിന് ഇന്നത്തെ പോലെയുള്ള പേരും പ്രശസ്തിയും ഒന്നും കിട്ടിയിട്ടില്ല. കരയിൽ ഏറ്റവും ധൈര്യമുള്ള ജീവിയായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊന്നും ഇവരുടെ പേര് വന്നിട്ടുമില്ല. സത്യത്തിൽ ഈ ജീവിയെ കണ്ടാൽ അത്രമാത്രം ജഗജില്ലിയാണ് ഈ ഹണി ബാഡ്ജർ എന്നൊന്നും തോന്നില്ല. 1/4 മീറ്റർ വരെ മാത്രം ഉയരമുള്ള പരന്ന ശരീരമുള്ള ഇതിന് ഒരു 55 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മാത്രമാണ് നീളം. 16 കിലോ വരെയൊക്കെ ഭാരവും. കുഞ്ഞിക്കാലുകളുമായിട്ട് കുണുങ്ങിയുള്ള ഇവയുടെ ഓട്ടം കണ്ടാൽ അയ്യോ പാവം എന്ന് തോന്നും, എടുത്ത് ഓമനിക്കാൻ തോന്നും. പക്ഷേ ഇവർക്ക് മുട്ടാൻ ആരെയെങ്കിലും കിട്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇരപിടിയൻ പുറകെ വന്നാൽ ഒരു തിരിഞ്ഞു നിൽപ്പുണ്ട്. എന്നിട്ട് ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തും വിധം ചീറി രുദ്രരൂപിയായിട്ട് നിൽക്കും, ആക്രമിക്കും. ഇത്തരത്തിലുള്ള ചീറ്റ ശബ്ദമുണ്ടാക്കുന്നതിനാൽ ഇവർക്ക് റാറ്റൽ എന്നും പേരുണ്ട്. അതല്ല, ഡച്ച് ഭാഷയിൽ തേനട എന്ന് അർത്ഥം വരുന്ന റാറ്റ് എന്ന പദത്തിൽ നിന്നാണ് ഇവർക്ക് ഈ റാറ്റൽ എന്ന പേര് കിട്ടിയത് എന്നും ചിലർ വാദിക്കുന്നുണ്ട്. എന്തായാലും ഹണി ബാഡ്ജർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തേൻ, ഹണി ഇവരുടെ ഒരു ബലഹീനതയാണ്. തേനീച്ചക്കൂട് എവിടെയുണ്ടെങ്കിലും മണ്ണിനടിയിലാണെങ്കിലും അത് മണത്തറിഞ്ഞവർ മാന്തി പൊളിക്കും, കുത്തി തുറക്കും. മാംസഭോജികൾ, കാർണിവോർ ആയിട്ടുള്ള ചെറു സസ്തനികൾ ഉൾപ്പെടുന്ന മസ്റ്റിലിഡെ എന്ന കുടുംബത്തിലാണ് ഇവർ ഉൾപ്പെടുക. നമ്മുടെ നീർനായകൾ, ഓട്ടറുകൾ, വീസൽസ്, മാർട്ടൻ, ബാഡ്ജറുകൾ ഒക്കെ ഉൾപ്പെടുന്ന വിഭാഗം. സബ് സഹാറൻ പ്രദേശത്ത് മുഴുവൻ ഇവരുണ്ട്. ആഫ്രിക്കക്ക് പുറത്ത് അറേബ്യ, ഇറാൻ തുടങ്ങി ഇന്ത്യൻ പെൻസുല വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവരുണ്ട്. അതായത് ആഫ്രിക്കയിൽ മാത്രമല്ല, ഈ നമ്മുടെ ഇന്ത്യയിലും ഹണി ബാഡ്ജറുകളുണ്ട്, കേരളത്തിൽ ഇല്ല എന്ന് മാത്രം.